ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ ആയ കാർഷിക മേഖലയും നൂതന പ്രവണതകളും എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ നോക്കുന്നത്. ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്ന് 12ാമത്തെ ചാപ്റ്ററായ കാർഷിക മേഖലയും നൂതന പ്രവണതകൾ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ എന്താണ്, ഒരു കുട്ടി കർഷകന്റെ പ്രസംഗമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ആണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. കൃഷി വകുപ്പ് സ്കൂളിൽ നടത്തിയ ക്ലാസ് ആണ് കൃഷി ചെയ്യാൻ എനിക്ക് പ്രചോദനമായത്. എന്റെ കൃഷിയിടത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉണ്ട്. സ്കൂളിൽ നിന്നെത്തി ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. കൃഷിയിടം മുഴുവൻ ഞാനും അനുജത്തിയും ചേർന്ന് നനയ്ക്കും. പൂർണ്ണമായും ജൈവകൃഷിയാണ് ചെയ്യുന്നത്. ആവശ്യമായ മണ്ണിര കമ്പോസ്റ്റ് മുഴുവൻ സ്വയം നിർമ്മിക്കുന്നു. വിദ്യാർത്ഥി ജീവിതത്തിനിടയിൽ കിട്ടുന്ന ഒഴിവ് സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയുന്നു. കൃഷി എനിക്ക് സന്തോഷവും സംതൃപ്തിയും ഒപ്പം വരുമാനവും പ്രദാനം ചെയ്യുന്നു. കൃഷിയുടെ പ്രാധാന്യവും ആവശ്യകതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ചിങ്ങം 1 കർഷക ദിനത്തില്, അതായത് കൃഷി വകുപ്പിന്റെ കുട്ടി കർഷകൻ അവാർഡ് ജേതാവായ നവീൻ ചിങ്ങം 1 കർഷക ദിനത്തിൽ സ്കൂളിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ ശേഷം നടത്തിയ മറുപടി പ്രസംഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്നാണ് ചിങ്ങം 1 കർഷക ദിനം. ഇനി ഇവിടെ കൃഷിയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് എഴുതാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭക്ഷണത്തിന്, പിന്നെ എന്തൊക്കെയാണ് സാമ്പത്തിക ഭദ്രത അല്ലെ, സാമ്പത്തികമായിട്ട് സാമ്പത്തിക നേട്ടത്തിന്, അതുപോലെ എന്താണ് പരിസ്ഥിതി സംരക്ഷണം പറയല്ലേ, പരിസ്ഥിതി സംരക്ഷണം, പിന്നെന്താണ് നമ്മുടെ ആരോഗ്യത്തിന്, പിന്നെ എന്ത് പറയാം, പിന്നെ തൊഴിലവസരങ്ങളാണ് അല്ലെ, ഒരു തൊഴിലായിട്ട് നമുക്ക് കൃഷി ചെയ്യാം, തൊഴിൽ. ഒക്കെ ഇതൊക്കെ എന്താണ് കൃഷിയുടെ പ്രാധാന്യമാണ് കേട്ടോ. ഇനി സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ മേഖലകളിൽ ഒന്നാണ് കാർഷിക മേഖല. അപ്പൊ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും അതുപോലെ എന്താണ് പ്രധാനപ്പെട്ടതുമായ മേഖലയാണ് കാർഷിക മേഖല. ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖലയും ഇത് തന്നെയാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖല ഏതാണ്? കൃഷിയാണ്, കാർഷിക മേഖലയാണ്. ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ കാലിത്തീറ്റയും പ്രദാനം ചെയ്യുന്നത് കൃഷിയാണ്. രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും തൊഴിൽ നൽകുന്നതിനും കാർഷിക മേഖല മുഖ്യ പങ്ക് വഹിക്കുന്നു. വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്തുകൊണ്ട് വ്യവസായങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു. നമ്മുടെ എന്താണ് ഈ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ വ്യവസായത്തിന് ഏറ്റവും എന്താണ് അടിസ്ഥാനമായിട്ട് നമ്മൾ എന്താണോ ഒരു വ്യവസായത്തിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ കെയിൻ ആണെങ്കിൽ, അതായത് എന്താണ് നമ്മുടെ ഇപ്പൊ ഷുഗർ കെയിൻ അതായത് കരിമ്പ്, പഞ്ചസാര വ്യവസായത്തിൽ നമ്മൾ കരിമ്പാണ് എന്താണ് അസംസ്കൃത വസ്തുവായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. ഇനി ഇവിടെ ഒരു ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്, ചെറിയ കുട്ടികൾക്കുള്ള ചെറിയൊരു വർക്കാണ് കേട്ടോ. വീട്ടിലോ പ്രാദേശികമായ കൃഷി ചെയ്യുന്നവ, അതുപോലെ പ്രാദേശികമായി കൃഷി ചെയ്യാത്തവയാണ്. അപ്പൊ നമ്മള് വീട്ടില് പ്രാദേശികമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവ ഏതൊക്കെയാണ്? തേങ്ങ, അതുപോലെ വാഴപ്പഴം, കപ്പ, ഇഞ്ചി, മഞ്ഞൾ, പച്ചമുളക്, ചേമ്പ്, ഇതൊക്കെ നമ്മള് പ്രാദേശികമായിട്ട്, പപ്പായ, ഇതൊക്കെ നമ്മള് പ്രാദേശികമായിട്ട് വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നതാണ്. ഇനി പ്രാദേശികമായി കൃഷി ചെയ്യാത്തവ ഏതൊക്കെയാണ്? ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, കുങ്കുമപ്പൂവ്, അതുപോലെ എന്താണ് ഗോതമ്പ്, ജീരകം, അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതൊന്നും നമ്മൾ പ്രാദേശികമായി കൃഷി ചെയ്യാത്തവയാണ് കേട്ടോ. കുട്ടികൾക്ക് അത് എഴുതാനുള്ള ഒരു വർക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാർഷിക വിഭവങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നവയല്ല എന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ വിളകളോ വിള സംവിധാനങ്ങളോ അല്ല കൃഷിക്കായി ഉപയോഗിക്കുന്നത്. എന്തായിരിക്കും അതിന് കാരണം? സ്ഥലകാല വ്യത്യാസം അനുസരിച്ച് വ്യത്യസ്ത വിളകളും വിള സംവിധാനങ്ങളും തിരഞ്ഞെടുക്കുന്നതിന് കാരണമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, സ്ഥലവും കാല വ്യത്യാസം അനുസരിച്ച് വ്യത്യസ്ത വിളകളും വിള സംവിധാനങ്ങളും തിരഞ്ഞെടുക്കുന്നതിന് കാരണമുണ്ട്. അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഒന്നാമത്തത് പ്രകൃതിദത്ത ഘടകങ്ങൾ. പ്രകൃതിദത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? മണ്ണിന്റെ സ്വഭാവം, ഭൂപ്രകൃതി, കാലാവസ്ഥ, ജലലഭ്യത, ഇതൊക്കെ എന്താണ് പ്രകൃതിദത്തമായ വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മണ്ണിന്റെ സ്വഭാവം, ഭൂപ്രകൃതി, കാലാവസ്ഥ, ജലലഭ്യത. ഇനി സാമ്പത്തിക ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർഷിക വിഭവങ്ങളുടെ വില, കർഷകരുടെ വരുമാനം,
അതായത് കൈവശ കൃഷിഭൂമിയുടെ വിസ്തൃതി, ഇതൊക്കെ സാമ്പത്തിക ഘടകങ്ങളിൽ ഉൾപ്പെട്ടാണ് കേട്ടോ. ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ ജലസേചനം, വൈദ്യുതി, ഗതാഗതം, വിപണി സൗകര്യം, വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ ലഭ്യത. സാമൂഹിക ഘടകങ്ങളോ ഭക്ഷണ രീതി, വിദ്യാഭ്യാസം, കൃഷി ചെയ്യുന്ന തലമുറകളുടെ വ്യത്യാസം, സാമൂഹിക പരിസ്ഥിതി, ഇതൊക്കെ സാമൂഹിക ഘടകങ്ങളിൽ പെട്ടാണ്. സർക്കാർ നയങ്ങൾ, വിളകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും, നികുതി, വായ്പാ ലഭ്യത, സബ്സിഡി, ഇതൊക്കെ സർക്കാർ നയങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ. ഇനി സാങ്കേതിക ഘടകങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ, ശാസ്ത്രീയമായ ജലസേചനം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എല്ലാ പ്രദേശത്തും ഒരുപോലെ അല്ല വിതരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത വിള സംവിധാനങ്ങൾ കൃഷിക്കായി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഓരോ വിള സംവിധാനങ്ങളും എന്താണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ എന്താണ് വ്യത്യസ്ത വിള സംവിധാനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഈ ഒരു ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യാനായിട്ടാണ്. സാമൂഹിക ഘടകങ്ങൾ, സാമൂഹിക ഘടകങ്ങളിൽ ഏതാണ്? സാമൂഹിക ഘടകങ്ങളിലെ നമ്മൾ പറഞ്ഞു ഭക്ഷണ രീതി, വിദ്യാഭ്യാസം, കൃഷി ചെയ്യുന്ന തലമുറകളിലെ വ്യത്യാസം, സാമൂഹിക പരിസ്ഥിതി, ഇതൊക്കെ പെടും. അടുത്ത എന്താണ്? കാലാവസ്ഥ എന്തിൽ പെടുന്ന നമുക്കറിയാം, എന്താണ്? പ്രകൃതിദത്ത ഘടകങ്ങളിൽ പെടുന്നതാണ്. ഇനി സാങ്കേതിക ഘടകങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, ശാസ്ത്രീയമായ ജലസേചനം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. പിന്നെ കർഷകരുടെ വരുമാനമൊക്കെ എന്താണ്? സാമ്പത്തിക ഘടകങ്ങളിൽ പെടുന്നതാണ്. സർക്കാർ നയങ്ങൾ എന്തിൽ പെടുന്ന? സർക്കാർ നയത്തിൽ എന്തൊക്കെ പെടും? വിളകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും, അതുപോലെ എന്താ? നികുതി, വായ്പാ ലഭ്യത, സബ്സിഡി. ഇനി ഗതാഗതം, ഗതാഗതം എന്തിൽ പെടുന്നതാണ്? നമുക്കറിയാം എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളിൽ പെടുന്നതാണ് ഗതാഗതം. അടുത്തത് വിള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? 3 വിധത്തിലാണ്: ഏകവിള കൃഷി, ബഹുവിള കൃഷി, റട്ടൂൺ കൃഷി. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെ വിള സംവിധാനം എന്ന് പറയുന്നു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെയാണ് വിള സംവിധാനം എന്ന് പറയുന്നത്. വിള സംവിധാനങ്ങളെ 3 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്: ഏകവിള കൃഷി, ബഹുവിള കൃഷി, റട്ടൂൺ കൃഷി. ഫസ്റ്റ് നമുക്ക് ഏകവിള കൃഷി നോക്കാം, അല്ലെങ്കിൽ മോണോ ക്രോപ്പിംഗ് എന്ന് പറയാം. ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി. ഇമ്പോർട്ടന്റ് ആണ്. ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി. പ്രധാനമായും കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള വിള സംവിധാനമാണിത്. ഒരു വിള മാത്രമായതിനാൽ എന്താ നടീൽ, പരിപാലനം, വിളവെടുപ്പ് എന്നിവ സുഗമമായ രീതിയിൽ നടത്താൻ കഴിയും. കൃഷിയിടത്തിലെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രധാന നേട്ടം. ഏകവിളകൾ കീടബാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഈ ഏകവിള കൃഷി ഏതൊക്കെയാണ്? റബ്ബർ, തേയില, മരച്ചീനി. ഈ കൃഷി ഇവയുടെ ഒക്കെ കൃഷിയിൽ ഏത് സംവിധാനമാണ്? ഏകവിള കൃഷിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ബഹുവിള കൃഷി, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഓർ പോളി ക്രോപ്പിംഗ്. എന്താ ബഹുവിള കൃഷി എന്ന് പറഞ്ഞാൽ? മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂഷ്ഠതയെ ബാധിക്കാതെ ഒരു കൃഷിയിടത്തിൽ 2ഓ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനമാണ്. അപ്പൊ ഒരു കൃഷിയിടത്തിൽ 2ഓ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനമാണ് ബഹുവിള കൃഷി. ഒരേ സമയം ഒരു കൃഷിയിടത്തിൽ 2ഓ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനമാണ് ബഹുവിള കൃഷി. ഇതെന്താണ്? മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂഷ്ഠതയെ ബാധിക്കാതെയാണ് കേട്ടോ. കൃഷിയിടത്തിൽ നിന്നുമുള്ള മൊത്തം ഉൽപാദനവും അതിലൂടെ വരുമാനവും വർദ്ധിക്കുന്നു എന്നതാണ് ഇതിന്റെ നേട്ടം. ഇനി ബഹുവിള കൃഷി പല വിധത്തിലുണ്ട്. മിശ്രവിള ഉണ്ട്, ഇടവിള ഉണ്ട്, തുടർച്ചാ കൃഷിയുണ്ട്, അതുപോലെ റിലേ ക്രോപ്പിംഗ് ഉണ്ട്. പിന്നെ വിള പരിചയം അല്ലെങ്കിൽ വിള പരിക്രമണം, പിന്നെ ബഹുനില കൃഷി. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? ബഹുവിള കൃഷി പെടുന്നതാണ്. മിശ്രവിള അല്ലെങ്കിൽ മിക്സ്ഡ് ക്രോപ്പിംഗ് എന്താണെന്ന് നോക്കട്ടോ. കൃഷിഭൂമിയിൽ ഒരേ സമയം 2ഓ അതിലധികമോ വിളകൾ നടീലകലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണ്. ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. നിലക്കടലയും ചോളവും കൃഷി ചെയ്തിട്ടുണ്ട്. ഒന്നിച്ചാണ്, ഒരു അകലം പാലിക്കാതെ ഇടകലർത്തിയാണ് കൃഷി ചെയ്തിട്ടുള്ളത് അല്ലെ. ഇങ്ങനെ കൃഷി ചെയ്യുന്നതിനാണ് മിശ്രവിള എന്ന് പറയുന്നത് കേട്ടോ. ഇനി വരണ്ട പ്രദേശങ്ങളിലാണ് ഈ കൃഷി രീതി കൂടുതലായി കണ്ടുവരുന്നത്. ഇവിടെ എന്താണ്? നമ്മുടെ വെള്ളത്തിന്റെ ലഭ്യത കുറവുള്ള പ്രദേശങ്ങളിലാണ് മിശ്രവിള കൃഷി എന്താണ് കൂടുതലായിട്ടും ചെയ്യുന്നത് കേട്ടോ. അതായത് വെള്ളം തീരെ പാഴാക്കാതെ എന്താണ് ഈ ഒരു കൃഷിക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിശ്രവിള കൃഷി. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? നടീലകലം പാലിക്കാതെ എന്താണ് ഒരേ സമയം 2 അതിലധികമോ വിളകൾ നടീലകലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് മിശ്രവിള കേട്ടോ. നിലക്കടലയും ചോളം കൃഷിയൊക്കെ ചെയ്തത് ഇത് എക്സാമ്പിൾ ആണ്. ഇനി തെങ്ങും തുവരയൊക്കെ എന്താണ്? ഇത് രണ്ടും ഒരുമിച്ച് അതായത് തെങ്ങുള്ള തോട്ടത്തിൽ എന്താണ് തുവര കൃഷി ചെയ്യുന്നതും ഈ ഒരു മിശ്രവിളക്ക് എക്സാമ്പിൾ ആണ്.
അടുത്തത് ഇടവിള കൃഷി അല്ലെങ്കിൽ ഇന്റർ ക്രോപ്പിംഗ്. കൃത്യമായ വരികളിൽ നടുന്ന പ്രധാന വിളയുടെ 2 വരികൾക്കിടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യുന്ന സംവിധാനമാണ് ഇടവിള കൃഷി. അതായത് വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. കളകളുടെയും കീടങ്ങളുടെയും നിയന്ത്രണത്തിന് അനുയോജ്യമായ രീതിയാണ് ഇടവിള കൃഷി. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കൃത്യമായ വരികളിൽ എന്താ ഒരു പ്രധാന വിള കൃത്യമായ വരികളിൽ ഇങ്ങനെ നടും. ആ 2 വരികൾക്കിടയിൽ, അതായത് ഇവിടെ 2 വരികൾക്കിടയിൽ എന്താണ്, അതായത് 2 വരികൾക്കിടയിൽ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന സംവിധാനമാണ് കേട്ടോ. അതായത് വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. ഉദാഹരണം എന്താണ്? ആദ്യഘട്ടത്തിൽ സാവധാനം വളരുന്ന പരുത്തിയുടെ ഇടവേളയായി നിലക്കടല കൃഷി ചെയ്യുന്നു, തെങ്ങിന് ഇടവേളയായി വാഴ കൃഷി ചെയ്യുന്നു. അതായത് തെങ്ങ് ഇങ്ങനെ എന്താണ്, അതായത് തെങ്ങാണ് ഇവിടെ പ്രധാനപ്പെട്ട, അതായത് പ്രധാന വിള തെങ്ങാണ്. ആ പ്രധാന വിളയായിട്ടുള്ള തെങ്ങ് 2 വരികളായിട്ട് നട്ടിട്ടുണ്ട്. അതിനിടയിലായിട്ട് എന്താണ്, വാഴ കൃഷിയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തെങ്ങ് വളർന്നു വലുതായി അതിൽ നിന്ന് കായ് ലഭിക്കുമ്പോഴേക്കും നമുക്ക് എന്താണ്, ഈ ഒരു വാഴയിൽ നിന്നും അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് വിളവ് ലഭിക്കും. ഓക്കെ, അടുത്ത തുടർച്ചാ കൃഷിയാണ്. വിളവെടുപ്പിന് ശേഷം കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന ഈർപ്പം, പോഷകങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനായി വലിയ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ അതേ കൃഷിയിടത്തിൽ മറ്റൊരു ഹ്രസ്വകാല വിള കൃഷി ചെയ്യുന്നതിനെയാണ് തുടർച്ചാ കൃഷി എന്ന് പറയുന്നത്. കൃഷിയിടങ്ങൾ തരിശായി കിടക്കുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രധാന നേട്ടം. അപ്പൊ എന്താണ്, കൃഷിയൊക്കെ കഴിഞ്ഞ്, അപ്പൊ നെൽകൃഷിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തരിശു ഭൂമിയായി കിടക്കുന്നതിന് പകരം എന്താണ്, അവിടെ കുറഞ്ഞ കാലയളവിൽ പെട്ടെന്ന് നമുക്ക് വിളവ് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു വിള അവിടെ കൃഷി ചെയ്യുന്ന രീതിയാണ് തുടർച്ചാ കൃഷി എന്ന് പറയുന്നത്. അതായത് നെൽപ്പാടങ്ങളിൽ പ്രധാന വിളയായ നെല്ലിന് ശേഷം പയർ അല്ലെങ്കിൽ എള്ള് കൃഷി ചെയ്യുന്നു എന്നാണ്. ഇതൊക്കെ എന്താണ്, ഇതിന് ഉദാഹരണമാണ് കേട്ടോ, തുടർച്ചാ കൃഷിക്ക് ഇത് ഉദാഹരണമാണ്. അടുത്തതാണ് റിലേ ക്രോപ്പിംഗ്. എന്താ റിലേ ക്രോപ്പിംഗ്? ഒരു കൃഷിയിടത്തിൽ ആദ്യ കൃഷി വിളവെടുക്കുന്നതിന് മുമ്പായി രണ്ടാമത്തെ വിള കൃഷി ചെയ്തു തുടങ്ങുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ്. അതായത് വാഴ വിളവെടുക്കുന്നതിന് മുമ്പായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. ഇത് റിലേ ക്രോപ്പിംഗിന് എക്സാമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. എന്താ റിലേ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാല്, ഒരു കൃഷിയിടത്തിൽ ആദ്യത്തെ കൃഷി, അതായത് എന്താണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള എന്താണോ ആ ഒരു കൃഷിയുടെ നിന്നുള്ള വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് രണ്ടാമത്തെ വിള കൃഷി ചെയ്തു തുടങ്ങുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ്. എക്സാമ്പിൾ എന്താണ്? വാഴ വിളവെടുക്കുന്നതിന് മുമ്പായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. അടുത്ത വിള പരിക്രമണം അല്ലെങ്കിൽ വിള പര്യായം. എന്താണ്? ഒരേ കൃഷിഭൂമിയിൽ ഓരോ വിളയ്ക്ക് ശേഷവും തുടർച്ചയായി വ്യത്യസ്ത സസ്യകുടുംബത്തിൽപ്പെട്ട വിളകളെ കൃഷി ചെയ്യുന്നു എന്നാണ് വിള പരിക്രമണം എന്ന് പറയുന്നത്. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് വിള പരിക്രമണത്തിന്റെ പ്രധാന നേട്ടം. മണ്ണിന്റെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കളകൾ, കീടങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിനും അനുയോജ്യമായ രീതിയാണിത്. അപ്പൊ വിള പരിക്രമണം ഈ ഒരു പേര് പോലെ തന്നെ എന്താണ്, അതായത് ഒരു കൃഷിഭൂമിയിൽ ഓരോ വിളയ്ക്ക് ശേഷവും, അതായത് ഒരു വിള കൃഷി ചെയ്ത് വിളവെടുത്തതിന് ശേഷം അതിന്റെ തുടർച്ചയായി വ്യത്യസ്ത സസ്യകുടുംബത്തിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യാം. അതായത് നെല്ലിനു ശേഷം പയർ കൃഷി ചെയ്യുന്നു. അതായത് നെല്ലും പയറും എന്താണ്, വ്യത്യസ്ത സസ്യകുടുംബത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ എന്താണ്, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിക്കുന്നു എന്നാണ് ഈ ഒരു വിള പരിക്രമണത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടം കേട്ടോ. മണ്ണിന്റെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കളകള്, കീടങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിനും അനുയോജ്യമായ രീതിയാണ് വിള പരിക്രമണം അല്ലെങ്കിൽ വിള പര്യായം. അടുത്തത് എന്താണ്? ബഹുനില കൃഷിയാണ് കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്ത ഉയരത്തിൽ വളരുന്നതും വ്യത്യസ്ത ആയത്തിൽ വേരോടുന്നതും ആവശ്യമായ സൂര്യപ്രകാശത്തിന്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്നതുമായ വിളകൾ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിനെയാണ് ബഹുനില കൃഷി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ബഹുനില കൃഷിയായിട്ട് ഇവിടെ കൊടുത്തിട്ട് എന്താണ്, കുരുമുളകും വാഴയും. ഓക്കെ, വ്യത്യസ്ത ഉയരത്തിൽ വളരുന്നതും വ്യത്യസ്ത ആയത്തിൽ വേരോടുന്നതുമായ ആവശ്യമായ സൂര്യപ്രകാശത്തിന്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്നതുമായ വിളകൾ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിനെയാണ് ബഹുനില കൃഷി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ നേട്ടം. ഉദാഹരണം തെങ്ങ്, കുരുമുളക്, ഇഞ്ചി, തെങ്ങും കുരുമുളക് അല്ലെങ്കിൽ ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞൾ എന്നിവ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യാന്നുള്ളതാണ്. അടുത്തതാണ് റട്ടൂൺ കൃഷി. എന്താണ് റട്ടൂൺ കൃഷി? വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ താഴത്തെ ഭാഗമോ മുറിക്കാതെ അവശേഷിപ്പിക്കുന്നു. വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്തിരുന്ന വിള വീണ്ടും വളർന്ന് വിളവ് തരുന്നു. ഒരു തവണ ചെയ്ത കൃഷിയിൽ നിന്നും വീണ്ടും വിളവ് ലഭിക്കുന്നതാണ് ഇതിന്റെ നേട്ടം. വിളവ് കുറയാനും കീടബാധകൾ കൂടാനും സാധ്യതയുണ്ടെന്നത് ഈ സംവിധാനത്തിന്റെ ഒരു പോരായ്മയാണ്. ഉദാഹരണം ചീര, കരിമ്പൊക്കെ കേട്ടോ. അപ്പൊ ചീരയും കരിമ്പൊക്കെ നമ്മൾ എന്താണ്, അത് വിളവെടുപ്പ് സമയത്ത് എന്താണ്, വിളയുടെ വേരും താഴത്തെ ഭാഗം ഒന്നും മുറിക്കാതെ നമ്മൾ മുകളിലുള്ള ആ ഒരു എന്താണ് നല്ല ഇലകൾ മാത്രം മുറിച്ചെടുക്കും. പിന്നീട് പിന്നീട് വളർന്നു വന്ന് പിന്നെയും നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കുക എന്നുള്ളതാണ് റട്ടൂൺ കൃഷിയുടെ നേട്ടം. ഉദാഹരണം ചീര, അതുപോലെ കരിമ്പൊക്കെ. ഇനി ഇവിടെ പഠിക്കാനുള്ളത് കാർഷിക മേഖലയുടെ നൂതന പ്രവണതകൾ കേട്ടോ.
ഇനി എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? പാലക്കാട് ഇനി പറന്നു വിതയ്ക്കാം. സംസ്ഥാനത്ത് ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെ വിത്ത് വിതയ്ക്കൽ വിജയകരമായി നടത്തി. സാധാരണ വിത്ത് വിതയ്ക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കുറഞ്ഞ സമയം മതിയെന്നതാണ് ഇതിന്റെ പ്രധാന നേട്ടം. കീടനാശിനി പ്രയോഗവും വളപ്രയോഗവും ഡ്രോൺ ഉപയോഗിച്ച് ഫലപ്രദമായി നടത്താം. അപ്പൊ പാലക്കാടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഇനി മുകളിൽ നൽകിയിരിക്കുന്ന വാർത്ത നിങ്ങൾ വായിച്ചില്ലേ? വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യ, കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതിക വിദ്യയുടെ വളർച്ച, പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്നിവയ്ക്കനുസരിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ കാർഷിക മേഖല സമൂല മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. പരമ്പരാഗത കൃഷിരീതിയിൽ നിന്ന് പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃഷിരീതിയിലേക്കുള്ള മാറ്റം ശ്രദ്ധേയമാണ്. സാങ്കേതിക വിദ്യ കൃഷിയുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നൂതന രീതികൾ അവലംബിക്കുകയും ചെയ്തിട്ടുണ്ട്. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ കർഷകരെ സഹായിക്കുക എന്നതാണ് കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ പ്രധാന ലക്ഷ്യം. അപ്പൊ എന്താണ്? കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ കർഷകരെ സഹായിക്കുക എന്നതാണ് കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ പ്രധാന ലക്ഷ്യം. ഇനി ഫസ്റ്റ് തന്നെ മഴമറ കൃഷി കൊടുത്തിട്ടുണ്ടോ? ഒരു എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഷിക മേഖലയിലെ നൂതന പ്രവണതകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത് മഴമറ കൃഷി അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടർ ഫാമിംഗ്. അപ്പൊ മഴമറ എന്നത് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടിയ മേൽക്കൂരയാണ് കേട്ടോ. സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകൾ മേൽക്കൂരയ്ക്ക് ഉപയോഗിക്കുന്നതിലൂടെ കൃഷിക്ക് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കുമ്പോഴും അമിതമായ മഴയിൽ നിന്നും വിളകൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. പ്രതികൂല കാലാവസ്ഥയിലും വർഷം മുഴുവൻ ഉയർന്ന ഉൽപാദനം സാധ്യമാക്കുന്നതിന് മഴമറ കൃഷി അനുയോജ്യമാണ്. ഓരോ വീട്ടിലും മഴമറയുണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്നതാണ്. അപ്പൊ എന്താണ് ഈ മഴമറ കൃഷി എന്ന് പറഞ്ഞാൽ? അതായത് മഴമറ എന്ന് പറയുന്നത് പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയ ഒരു മേൽക്കൂരയാണ് കേട്ടോ. സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകളാണ് മേൽക്കൂരയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്? കൃഷിക്ക് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ അത് അമിതമായ മഴയിൽ നിന്നും വിളകൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പ്രതികൂല കാലാവസ്ഥയിലും വർഷം മുഴുവൻ ഉയർന്ന ഉൽപാദനം സാധ്യമാകുന്നതാണ് ഈ ഒരു മഴമറ കൃഷിന്റെ പ്രാധാന്യം. ഇനി പോളി ഹൗസ് ഫാമിംഗ് ആണ്. എന്താണ്? ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ്. എന്താണ്? ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായ ഒരു അന്തരീക്ഷം കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മുഴുവനും മറച്ച പോളി ഹൗസുകളിൽ കൃഷി ചെയ്യുന്ന രീതിയാണിത്. മറ്റേ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? മഴമറ കൃഷിയിലെ മേൽക്കൂര മാത്രമാണ് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്? മൊത്തം, അതായത് പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മുഴുവൻ മറച്ച പോളി ഹൗസുകളിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്? ഒരു കൃത്രിമമായിട്ടുള്ള ഒരു കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് പോളി ഹൗസ് ഫാമിംഗ്. അടുത്തത് കൃത്യത കൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് ആണ്. ഓരോ വിളയ്ക്കും ആവശ്യമായ ജലവും പോഷക ഘടകങ്ങളും വിള സംരക്ഷണ വസ്തുക്കളും കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ മാത്രം നൽകി അത്യുൽപാദനം സാധ്യമാക്കുന്ന സാങ്കേതിക രീതിയാണ് കൃത്യത കൃഷി. മഴമറകളിലും തുറസായ സ്ഥലങ്ങളിലും ഈ രീതി പ്രാവർത്തികമാക്കാം. ജലത്തിന്റെയും പോഷക ഘടകങ്ങളുടെയും കൃത്യമായ ഉപയോഗം, യന്ത്രങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം, കൃഷിഭൂമിയുടെ മെച്ചപ്പെട്ട പരിപാലനം എന്നിവയാണ് ഈ കൃഷിരീതിയുടെ മേന്മകൾ. സൂക്ഷ്മ ജലസേചനം, ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലം തുള്ളികളായിട്ടോ അതെങ്കിലും നേർത്ത ധാരയായി നൽകുന്ന രീതി, വളസേചനം, സംയോജിത കീടരോഗ നിയന്ത്രണം എന്നിവയാണ് കൃത്യത കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ. അപ്പൊ എന്താണ്? ഓരോ ചെടിക്കും ആവശ്യമായിട്ടുള്ള കൃത്യമായ ജലം, അതുപോലെ എന്താണ് വളം, ഇതൊക്കെ കൃത്യമായ അളവിൽ നൽകിങ്ങാനുള്ള ഒരു കൃഷി രീതിയാണ് കൃത്യത കൃഷി എന്ന് പറയുന്നത്. അടുത്ത ഡിജിറ്റൽ കൃഷിയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് വളസേചനം, ജലത്തിൽ ലയിക്കുന്ന വളങ്ങൾ ജലസേചനത്തിലൂടെ നൽകുന്ന രീതിയാണ് വളസേചനം. അപ്പൊ ജലത്തിൽ എന്താണ്? ഈ വളങ്ങളൊക്കെ ജലത്തിൽ ലയിപ്പിച്ച് ജലസേചനം, അതായത് നമ്മൾ നനയ്ക്കുമ്പോൾ എന്താണ്? ആ ഒരു ജലത്തിലൂടെ ഈ ഒരു വളങ്ങൾ നൽകുന്ന രീതിയാണ് വളസേചനം എന്ന് പറയുന്നത്. അടുത്തത് ഡിജിറ്റൽ കൃഷി. വൈവിധ്യമാർന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള കൃഷി രീതിയാണിത്. ബിഗ് ഡാറ്റ വിശകലന ഉപകരണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ബിഗ് ഡാറ്റ വിശകലന ഉപകരണങ്ങൾ, നിർമ്മിത ബുദ്ധി AI, അതുപോലെ മെഷീൻ ലേണിംഗ്, മൊബൈൽ ഫോണുകൾ പോലുള്ള ഡിജിറ്റൽ ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, റോബോട്ടിക്സ്, കാർഷിക ഉപദേശക ആപ്പുകൾ, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഡിജിറ്റൽ കൃഷി എന്ന് പറയുന്നത് കേട്ടോ. ഡിജിറ്റൽ കൃഷിയിൽ ഈ സാങ്കേതിക വിദ്യകളൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അടുത്തത് ലംബ കൃഷിയാണ്. നഗരവൽക്കരണത്തിന്റെയും കൃഷിഭൂമിയുടെയും കുറവിന്റെയും ഫലമായി നഗരങ്ങളിൽ ഭക്ഷ്യോൽപാദനത്തിനുള്ള പ്രായോഗിക മാർഗമായ ലംബ കൃഷിയെ ഉപയോഗപ്പെടുത്തുന്നു. ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിലോ കെട്ടിടങ്ങളിലോ വിളകൾ വളർത്തുന്നതാണ്
ഈ സാങ്കേതിക വിദ്യ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, അക്വാപോണിക്സ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കുറഞ്ഞ ജല ഉപയോഗത്തിലൂടെ വർഷം മുഴുവൻ വശ്യോൽപാദനം സാധ്യമാക്കുന്നുണ്ട്. അപ്പൊ ലംബ കൃഷിയിൽ ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, അക്വാപോണിക്സ്. ഇതെന്ന് പറയുന്നത് ലംബ കൃഷി എന്ന് പറഞ്ഞ ആ പേര് പോലെ തന്നെ എന്താണ്, ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിലോ കെട്ടിടങ്ങളിലോ ആണ് വിളകൾ വളർത്തുന്നത് കേട്ടോ. എന്താണ് ഇതിന്റെ നേട്ടം? വർഷം മുഴുവൻ വശ്യോൽപാദനം സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ടെറസിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ലംബ കൃഷി. അടുത്തത് ജൈവ കൃഷി അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് ആണ് കേട്ടോ. ജൈവ കീടനാശിനികൾ, കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ, ഇടവിള കൃഷി യന്ത്രങ്ങൾ തുടങ്ങിയവയെ ആശ്രയിക്കുന്നതും രാസവളങ്ങളും കൃത്രിമ രാസ കീടനാശിനികളും തീർത്തും ഒഴിവാക്കിയിട്ടുള്ളതുമായ കൃഷിരീതിയാണിത്. ചെടി വളർച്ചാ നിയന്ത്രണ വസ്തുക്കൾ, ജൈവമാറ്റം വരുത്തിയ വിത്തുകൾ എന്നിവ ഈ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ തീർത്തും ജൈവപരമായിട്ടുള്ള കൃഷിരീതിയാണ്. ജൈവ കീടനാശിനികളും കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ, ഇടവിള കൃഷി യന്ത്രങ്ങൾ, ഇതൊക്കെ ഇതിനൊക്കെ ആശ്രയിച്ചിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഈ ഒരു ജൈവ കൃഷി എന്ന് പറയുന്നത്. രാസവളങ്ങളും കൃത്രിമ രാസ കീടനാശിനികളൊക്കെ ഈ ഒരു കൃഷി രീതിയിൽ ഒഴിവാക്കും. ചെടി വളർച്ചാ നിയന്ത്രണ വസ്തുക്കളും ജൈവമാറ്റം വരുത്തിയ വിത്തുകളൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ കാലാവസ്ഥ സ്മാർട്ട് അഗ്രികൾച്ചർ CSA ഫുൾ ഫോം എന്താണ്? കാലാവസ്ഥ സ്മാർട്ട് അഗ്രികൾച്ചർ ആണ് കേട്ടോ. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ CSA. ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുക, ഹരിതഗൃഹ വാതക ഉദ്വമനം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പൊ CSAയുടെ ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുക, ഹരിതഗൃഹ വാതക ഉദ്വമനം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഒക്കെ കുറയ്ക്കുക. ഇതൊക്കെയാണ് CSAയുടെ ലക്ഷ്യം. CSAയുടെ ഫുൾ ഫോം എന്താണ്? ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ CSA. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.